ഇത് വേണ്ട, അതൊന്ന് കാണിച്ചേ. ആ മാല എന്തെടുക്കാമോ? വേണ്ട വേണ്ട, ഇതൊന്നും കൊണ്ടത്തില്ല. ഞങ്ങൾ വേറെ ജ്വല്ലറി പോയിക്കോളാം. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇത് കൊള്ളാലോ. എന്താ നിങ്ങളിപ്പോ ചെയ്ത? അത് ഞാൻ ബോട്ടിന്റെ പോക്കറ്റിലിട്ടിട്ടുണ്ട്. ബോട്ട് പുറത്തിറങ്ങുവാണെങ്കിൽ നമുക്കത് എടുക്കാം. അതല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഒരുപക്ഷെ അവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് അവന്റെ പോക്കറ്റിൽ നിന്ന് ഈസിയായിട്ട് അടിച്ചു മാറ്റിക്കൂടെ? ഈ ജോണിനോടെ കളി. ജോൺ എത്ര ഓണമുണ്ടതാ. അപ്പൊ ഇതാണ് കാര്യമല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു. ഞാനൊരു മാജിക് കാണിക്കാൻ പോവാണ്. എല്ലാരും അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ, വരൂ. ദാ നോക്കൂ, ഈ മാല ദാ ഇപ്പൊ ഈ ചേട്ടന്റെ പോക്കറ്റിലേക്ക് പോകാൻ പോവുകയാണ്. ആ ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് മോട്ടു എന്നാണ്. ആബ്രാകഡാബ്ര, ആബ്രാകഡാബ്ര. ഹൂ. ദേ ഇങ്ങോട്ട് നോക്കൂ, എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഇനി ചേട്ടന്റെ പോക്കറ്റിൽ നോക്കൂ. താങ്ക് യു സോ മച്ച്. കൊള്ളാം മാന്ത്രിക ചേട്ടാ, നല്ല അടിപൊളി മാജിക് ആണ് കേട്ടോ. അതെ അതെ, ഇതുവരെ ഞങ്ങളിത് കണ്ടിട്ടില്ല. താങ്ക് യു, താങ്ക് യു. ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ മാജിക് ഒക്കെ ചെയ്ത് ജീവിക്കും. ഏതാടാ ഇവൻ? പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയേക്കുവാണല്ലോ. നമ്മുടെ സാധനം കൊണ്ട് പോകുന്നത്. ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ. വേടാ വേടാ. എന്റെ ദൈവമേ, ഇവിടെ വെച്ചിരുന്ന മറ്റേ മാല പൊട്ടിച്ചോണ്ട് പോയതാ തോന്നറേ. അതിപ്പോ എവിടെ പോയി? എനിക്ക് തോന്നുന്നത് ആ മാജിക്കാരൻ എന്തോ പണി പറ്റിച്ചെന്നാ. വേഗം വാ, പിടിക്കവനെ, വിടരുത്. രക്ഷപ്പെടുന്നത് കണ്ടോ? നിക്കടാ അവിടെ, വേഗം അമ്മാരെ പിടിക്ക്. എന്തോന്ന് ജന്മവാടേ അവൻ. ഫോളോ മീ. എടാ കൊച്ചേ, ജോണിനെ പറ്റിച്ചിട്ട് നീ അങ്ങനെ പോകാന്നൊന്നും വിചാരിക്കണ്ട. അവനെ പൊക്കി എടുക്കണേ. നീ മേജിക്ക് കാണിച്ച് ഞങ്ങൾ അടിച്ചു മാറ്റിയ സാധനം അടിച്ചു മാറ്റുന്നു. എന്നെ മനുഷ്യര് കൊടുങ്കാറ്റിന്റെ ശക്തിയുള്ള കള്ളനെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാനാണ് ആ മാല മോഷ്ടിച്ചത്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുവോ? ദേ നിൽക്കുന്നു ആ രണ്ടുപേരും. ജോണും അവരുടെ കൂട്ടത്തിലുണ്ട്. പച്ച കള്ളന്മാരാണ് അവന്മാര്. ആ പിടിക്കവന്മാരെ, പിടിക്കവന്മാരെ. ഈ മാതിരി പരിപാടി താങ്ക് യു വെരി മച്ച് മോട്ടു പത്ലു. നിങ്ങൾ കാരണം എന്റെ മാല എനിക്ക് തിരിച്ചു കിട്ടി. ഇത് കണ്ടില്ലേ? അല്ല, അവന്മാർ രണ്ടുപേരും രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. സഹോദര, അതെ, നീയും കള്ളൻ ഞാനും കള്ളൻ. നമ്മൾ തമ്മിൽ അങ്ങ് ഒരു ഉടമ്പടി അങ്ങ് ഉണ്ടാക്കിയാലോ? എന്ത് പറയുന്നു? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ആ മുട്ട് വരട്ട് 10 മിനിറ്റ് നല്ല പണി കൊടുക്കാം. അവന്മാര് കാരണം എനിക്ക് മോഷ്ടിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് കഞ്ഞി കുടിക്കാനുള്ള കാശ് പോലും ഇല്ല വായി. ജോൺ എങ്കിൽ ശരി, ഈ കാര്യത്തിൽ നമുക്ക് കൈ ഓർക്കാം. ആദ്യത്തെ കാര്യം, മോട്ടു പത്ലു കാരണം ഞാൻ എന്റെ ഇന്നത്തെ ജോലിയിൽ സന്തുഷ്ടനേ അല്ല. ഇനി എനിക്ക് അവരെ കാണിച്ചേ പറ്റൂ ഈ കൊടുങ്കാറ്റിന്റെ ശക്തിയുള്ള കള്ളന് എന്തുമാത്രം തലച്ചോറും ബുദ്ധിയുമുണ്ടെന്ന്. ഇനി ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ സംഭവം ഏറ്റുകൊണ്ട് ഇനി നമ്മളെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. കവിതയുടെ കാര്യമൊക്കെ ഇവിടെ. എന്നിട്ട് ഞാൻ പറയുന്ന പ്ലാൻ കേക്ക്. ഹലോ ഹലോ മോട്ടു, ജുവലറി എക്സിബിഷനിൽ കളവ് നടക്കാൻ പോവുകയാണ്. അവിടെ ലൈറ്റ് ഓഫ് ആവും 5 മിനിറ്റത്തേക്ക്. അതിനോടകം കള്ളൻ ജുവലറി എടുത്തിട്ട് ഓടിപ്പോയിരിക്കും. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണൂല അവിടെ. ഈ കാര്യം ആരോടും പറയരുത് കേട്ടാ. ഓക്കെ ബൈ. ഞാൻ പറയില്ല. എന്റെ മോട്ടു, എന്താ പറ്റിയത്? ആരുടെ ഒരു ഫോൺ വന്നതാ. ഇപ്പൊ ജ്വല്ലറിയിലും എക്സിബിഷനിലും ഒക്കെ ലൈറ്റ് ഓഫ് ആവും അത്രേ. എന്നിട്ട് മോഷണവും നടക്കും അത്രേ. എന്താ?
ലൈറ്റ് ഓഫ് ആകുന്ന ഉടനെ 1 മിനിറ്റിനകം നീ കിട്ടുന്ന ജ്വല്ലറി എല്ലാം എടുത്ത് ബാഗിനകത്ത് എടുത്ത് വെച്ചേക്കണം. അങ്ങനെ വരുമ്പോ അവിടെ ജ്വല്ലറി ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് കള്ളനൊന്നും ചെയ്യാനും പറ്റില്ല. ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ കള്ളൻ എൻട്രി ആവുള്ളൂ. ആ സമയത്ത് ജ്വല്ലറി എല്ലാം ബാഗിനകത്ത് സേഫ് ആയിരിക്കുമല്ലോ. കള്ളന് പിന്നെ ഒന്നും എടുക്കാനുണ്ടാവില്ല. അവൻ വെറും കയ്യിൽ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. നല്ലത്. പക്ഷെ ഈ കാര്യം ആരോടും പറയരുത് കേട്ടാ. സ്വന്തം കൂട്ടുകാരോടെല്ലാം പറയരുത്. നമ്മുടെ ഭിത്തികൾക്കും ചെവിയുണ്ട്. എന്റെ മോട്ടു എന്താ സംഭവിച്ചേ? പത്ലു, ഒന്നുമില്ല. നീ ആദ്യം വാ, വഴിയിൽ വെച്ചൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, എന്ത് പറ്റി? ലൈറ്റ് പോയല്ലോ. അയ്യോ, ആരെങ്കിലും ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്യോ? ആ, ഇത് കൊള്ളാലോ. എല്ലാമായി. ഈ ലൈറ്റിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു വന്നാ പോരായിരുന്നോ? എന്തിനാ മോട്ടു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാ എന്താ? ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ മുഴുവൻ ജുവലറി മോഷണം പോയി. പിടിക്ക്, പിടിയെടുക്ക് അവനെ. വേഗം പിടിക്ക്. ഇയാളെ പിടിക്ക്. ഇയാളുടെ കയ്യിൽ ബാഗ് ഉണ്ട്. ബാഗിനകത്ത് എന്താ ഉണ്ടെന്ന് നോക്കിയത് നോക്ക്. അതിനകത്തുണ്ടല്ലോ. മോട്ടു പിടിക്ക് അമ്മ. പിടിക്ക്. അവിടെ ഇരുന്ന്. നിർത്തുന്നുണ്ടോ? ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാൻ ഇവരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടോളാം. ഞങ്ങളെ മുമ്പിൽ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ എന്തെങ്കിലും ചെയ്യണ്ടേ സാറേ? ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എന്റെ മുഖത്ത് കരിവാരി തേച്ചില്ലേ? എന്തൊരു നാണക്കേടായിരുന്നു അത്. മോട്ടു, നീ അവിടെ ചെന്ന് മോഷ്ടിച്ചില്ലേ? ചിങ്കം സാറേ, ഞങ്ങളെ ആരോ പറ്റിച്ചതാ. ഞങ്ങൾക്ക് അപ്പോഴേ ഒരു ഫോണ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ കാരണം ജോണിന്റെ കൂട്ടുകാരനാണെന്നാ. പത്ലു, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ആലോചിക്കൂ. ഐഡിയ. എന്റെ അമ്മോ, എന്റെ അമ്മാരി, എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? നോ, ജോണിന്റെ അടുത്ത് വലിയൊരു നിധിയുണ്ട്. നീ അവനോട് നേരിട്ട് ചോദിക്കരുത്. ഇത് ഞങ്ങൾ തരുന്ന ടിപ്പാണ്. നിധി എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതും അത് മോഷ്ടിച്ചെടുക്കേണ്ടതും നിന്റെ ജോലിയാണ്. ഞങ്ങളുടെ കമ്മീഷൻ 20%. എന്ന് വെച്ചാൽ ഇയാള് മുഴുവൻ എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നു. ശരി, നിങ്ങൾ ഒളിച്ചോ. ഞാൻ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ശരിയാക്കാം. ഞാൻ അമ്മാരിയാകുവാണെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചൊക്കെ നടത്താമായിരുന്നു. ഇനി നമ്മൾ ഒത്തിരി കളവുകൾ ചെയ്യും. പക്ഷെ ഒരു കാര്യം എന്നോട് പറ, ഈ കളവ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എവിടെയാണ് ഒളിപ്പിക്കേണ്ടത്? അതിനെ ആ നിലത്തെങ്ങാനും ഒളിപ്പിച്ചു വെച്ചോ? ഇതുപോലെ എന്തുമാത്രം സാധനം അവിടേക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക്സ്. ഇനി കിടന്നുറങ്ങിക്കാൻ മോൻ. എന്റെ ടെൻഷൻ തീർന്നു കിട്ടി. ഹലോ, അമ്പാനിയാണ്. ഹലോ, കള്ളന്റെ വീട്ടില് മോഷണം നടന്നുകൊണ്ടിരിക്കുക. എന്റെ വീട്ടിൽ മോഷണം നടന്നതോ? ആരാത്? എല്ലാം പോയി. എന്റെ എല്ലാം പോയേ. ജോൺ പാപ്പരായേ. എടാ, സത്യം പറയടാ, നീ കായംകുളം കൊച്ചുണ്ണിയല്ലേ? ഇത് ശരിക്കും കളവ് ചെയ്ത സാധനങ്ങളല്ല. ഞാൻ മോഷ്ടിച്ചാൽ എന്താ ഇപ്പൊ? നിനക്കെന്താ? മോഷ്ടിച്ച സാധനങ്ങൾ മോഷ്ടിച്ചാൽ എന്താ സംഭവിക്കാൻ ഞാൻ നിനക്ക് കാണിച്ചുതരാടാ. പിടിച്ചോ. ഈ മോഷ്ടിച്ച സാധനം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ രണ്ടുപേരും വഴക്കിടാതെ അത് മോഷ്ടിച്ച ആൾക്ക് തന്നെ കിട്ടണം. ഈ പറഞ്ഞത് ശരിയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവരം ഉണ്ടെന്ന് തോന്നണു. പക്ഷെ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് മോഷ്ടിച്ചതല്ലേ? എന്റെ ജോണെ, നിന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചില്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വേനിന്റെ അകത്ത് പോയിരുന്ന് സമാധാനമായിട്ട് ചർച്ച ചെയ്യാം. എന്നിട്ട് തീരുമാനിക്കാം. അതെ, ഇത് കറക്റ്റ് ആയിരിക്കും. വാനിൽ വെച്ച് വേണ്ട, അത് ശരിയാകത്തില്ല. എന്റെ പൊന്നു സുഹൃത്ത്, ഇതാരാണെന്ന് മനസ്സിലായോ? ഇവന്മാരാണ് മോട്ടുവും പത്തലുവും. പടി പാലും വെള്ളത്തിൽ കെട്ടിയില്ലേ?
ശരിയാ പറഞ്ഞു ജോണ്. എന്റെ ദൈവമേ, അവനെ അടിക്കണേ. ഒന്ന് രക്ഷപ്പെട്ടേ. അയ്യോ, ഒന്ന് രക്ഷപ്പെട്ടേ. നിങ്ങളെന്ന് കരുതി ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരുമെന്നോ? അത് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. ഞങ്ങൾ നിങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പറഞ്ഞതാ, മനസ്സിലായോ? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചിങ്കം സാറ് തരും കേട്ടോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. വന്നേ, നമുക്ക് വാനിൽ ഇരുന്നുകൊണ്ട് തന്നെ ജയിലിലേക്ക് പോകാം. വീണ്ടും ഇനി വാനിലേക്ക് ഇല്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.